ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ട്യൂട്ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലീനിയർ നെഗ്ര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഗർഭകാലത്ത് ഗർഭിണിയുടെ വയറിൻ്റെ നടുക്കൂടെ ഒരു കറുത്ത വര ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കാണാം. വയർ അത്യാവശ്യം വലുതായി വരുമ്പോഴാണ് ഈ വര കാണുന്നത്. അപ്പം ഇതെന്താണെന്നും ഇതിനെക്കുറിച്ച് ഇത് നോക്കിയിട്ട് പണ്ട് കാലത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഇതെന്താണ് അതിൻ്റെ കാരണങ്ങളെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഗർഭകാലത്ത് സ്ത്രീ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പലതിനും കാരണം ഹോർമോണുകൾ തന്നെയാണ്. ഇത്തരം മാറ്റങ്ങൾ വയറിനുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വയറ് വലുതാകുന്നത് തന്നെയാണ് ഗർഭകാലത്തെ ഏറ്റവും പ്രകടമായ മാറ്റം. വയറിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾക്ക് പുറകിലും ഈ ഹോർമോൺ തന്നെയാണ് കാരണം. ഇങ്ങനത്തെ ഒന്നാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ വയറ്റിൻ്റെ നടുകെ ഉണ്ടാകുന്ന ഈ കറുത്ത വര. അതായത് മാരടത്തിൻ്റെ താഴെ നിന്ന് തുടങ്ങി വയറിൻ്റെ നടുവിലൂടെ താഴേക്ക്, അതായത് അടിവയറിൻ്റെ അറ്റം വരെ ഈ കറുത്ത വര കാണാൻ പറ്റും. അതായത് വജൈനൽ ഏരിയ വരെ വരും. ഇതും ഉണ്ടാകുന്നതും ഈ ഹോർമോണിൻ്റെ കാരണങ്ങൾ കാരണം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അത് പണ്ട് കാലത്തൊക്കെ ഇത് വെച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാറുണ്ട്. അതായത് ഈ നമ്മൾ പറഞ്ഞല്ലോ, ബ്രസ്റ്റിന്റെ താഴേന്ന് തുടങ്ങിയിട്ട് പൊക്കിൾ വരെയാണെന്നുണ്ടെങ്കിൽ അത് പെൺകുഞ്ഞും, പിന്നെ അവിടെ നിന്ന് നീണ്ട് വജൈനൽ ഭാഗം വരെ ഉണ്ട് ഈ വര എന്നുണ്ടെങ്കിൽ അത് ആൺകുഞ്ഞും. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ പലതും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അതിൽപ്പെട്ട ഒന്നാണിത്. പിന്നെ ഇതിനെ നമ്മൾ ലീനിയർ നെഗ്ര എന്നാണ് പറയുന്നത്. ഇതൊരു ലാറ്റിൻ വേർഡാണ്. അതായത് കറുത്ത വര എന്നാണ് ഇതിന്റെ മീനിങ്. 3-4 മാസം തൊട്ട് ഗർഭിണിയിൽ നമുക്ക് ഈ വര കാണാൻ പറ്റും. വയറ് വലിപ്പം വെക്കുന്നതോറും ഇതിന്റെ വര കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗർഭകാലത്തുണ്ടാകുന്ന ഈ ഹോർമോൺ വ്യത്യാസങ്ങളാണ്. അതായത് ഈസ്ട്രജൻ ഹോർമോൺ കൂടുമ്പോൾ മെലാനോസൈറ്റ് എന്ന ഒരു ഘടകമുണ്ട്, അതിന്റെ ഉൽപാദനം കൂടും. അപ്പോഴാണ് ഈ ലൈൻ കൂടുതൽ കറുത്ത നിറമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വയറിന്റെ 2 ഭാഗത്തേക്കും മസിലുകൾ ചേരുന്നിടത്താണ് ഈ രേഖ കാണുന്നത്, കറുപ്പ് കളറിൽ കാണുന്നത്. വയറിന്റെ 2 സ്ഥലത്ത് നമുക്ക് മസിൽസ് ഉണ്ട്. അപ്പം എല്ലാ ഗർഭകാലത്ത് വയറൊക്കെ വലുതായി തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ലൈൻ കാണും. ഇത് മിക്കവാറും പേർക്ക് ഇരുണ്ട നിറത്തിൽ തന്നെയാണ്. നേരത്തെ നമുക്കുണ്ട് ഇങ്ങനെ ലൈൻ, പക്ഷെ അത് വയറ് വലിപ്പം വെക്കുമ്പോഴാണ് ഈ ഒരു ലൈൻ ശരിക്കും കാണുന്നത്. ഹോർമോൺ ഞാൻ പറഞ്ഞല്ലോ, ഈ മെലാനോസൈറ്റ് അതൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഇത് ഈ വരയ്ക്ക് കളർ കൂടുതൽ കറുപ്പ് നിറത്തിൽ കാണുമ്പോഴാണ് നമുക്ക് വയറ് വലുതാകുമ്പോഴാണ് ഇത് കാണാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ വയറിന്റെ 2 മസിൽസും അകന്നു മാറുകയാണ്. ഈ വയറ് വലുതാകുമ്പോൾ കുഞ്ഞിനെ വലിപ്പം വെക്കും, കുഞ്ഞ് സൈസ് വലുതാകുമ്പോൾ കുഞ്ഞ് വളരുമ്പോൾ ഈ 2 മസിൽസും 2 ഭാഗത്തേക്ക് മാറുകയാണ്. അപ്പോഴാണ് ഈ വര നമുക്ക് തെളിഞ്ഞ് കാണുന്നത്. മിക്കവാറും സ്ത്രീകളിൽ ഇത് കാണാറുണ്ട്. 70% ആളുകളിലും ഇതൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഇരുണ്ട നിറമുള്ള, അതായത് കുറച്ച് കറുത്ത നിറമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഇതിന്റെ കറുപ്പ് കൂടുതലായിട്ട് കാണാൻ പറ്റും, കുറച്ചും കൂടെ തെളിഞ്ഞ് കാണാൻ പറ്റും. സാധാരണഗതിയിൽ ഇത് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും അതേപടി തന്നെ പോയി മറ്റേ മസിലൊക്കെ തിരിച്ച് കൂടി ചേരുമ്പോഴത്തേക്കും ഈ പാടും മാഞ്ഞ് പോകും. പഴയ രീതിയിൽ തന്നെ നമ്മുടെ വയറ് പാടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയായിട്ട് മാറും. ഇത്രയൊക്കെയാണ് ലീനിയർ നെഗ്ര എന്ന് പറയുന്ന ഈ വരയെ പറ്റി, ഈ വയറിന്റെ നെടുകെ കാണുന്ന ഈ വരയെ പറ്റി പറയാനുള്ളത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.